പൂരക്കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കം കുറിക്കുകയാണ്. പൂരം മതിവരാ കാഴ്ചകളാണ്. അത് ഒരു കൂടിച്ചേരലാണ്. 1000 കാര്യങ്ങൾ തുറന്നു പറയുവാനും കേട്ടാസ്വദിക്കുവാനും കാണുവാൻ ഏറെയുണ്ട് ഉത്രാളിക്കാവിൽ. എനിടൈം ന്യൂസ് അവതരിപ്പിക്കുന്നു പൂരവിശേഷങ്ങൾ. ഉത്രാളിക്കാവ് ഭഗവതി വന്നിരുന്ന സ്ഥലമാണ് ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന മുല്ലയ്ക്കൽ ആലഞ്ചുണ്ട്. കേളത്ത് തറവാട്ടിലെ കാരണവരുടെ ഓലക്കുടപ്പുറത്ത് വന്ന ഭഗവതി മുല്ലയ്ക്കൽ ആലഞ്ചുവിട്ടിൽ ഇരുന്നതായാണ് ഐതിഹ്യം. എങ്കക്കാട് ദേശവും പൂരവുമായിട്ടുള്ള ബന്ധം എന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ഭഗവതിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന മുല്ലയ്ക്കൽ ആലിൻ്റെ ചുവട്ടിലാണ്. എങ്കക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഭഗവതി കേളത്ത് കാരണവരുടെ കുടപ്പുറത്ത് വന്ന് ഇരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് തന്നെ ആദ്യം കൊട്ടാരം ഉണ്ടായിരുന്നു. ഇപ്പോഴും കൊട്ടാരം എന്നുള്ള പേരിൽ തന്നെയാണ് ആ പറമ്പ് അറിയപ്പെടുന്നത്. അവിടെ ഇപ്പോഴും അവിടെയും ഇതുപോലെ തന്നെ ചില ഭഗവതിമാരെയൊക്കെ കുടിയിരുത്തിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഇപ്പോഴും വിളക്ക് വയ്ക്കുന്നുണ്ട്. മൂലസ്ഥാനത്തും എല്ലാ ദിവസവും വിളക്ക് തെളിയിക്കുകയും എല്ലാ കാര്യങ്ങൾക്കും പൂരവുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമല്ല, എങ്കക്കാട് ദേശത്തിൻ്റെ എന്ത് കാര്യത്തിനും തുടക്കം കുറിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് ഒരു ഇത് ഈ മൂലസ്ഥാനത്തു നിന്നാണ്. ഭഗവതി വന്നിരുന്ന സ്ഥലം എന്ന നിലയ്ക്ക് ഇതിന് വളരെയധികം പ്രത്യേകതയുണ്ട്. അത് എങ്കക്കാട് ദേശത്തിന് മാത്രം അവകാശപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇത് പരിപാലിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പോഴും കേളത്ത് തറവാട്ടുകാർ തന്നെയാണ്. ഇപ്പോൾ ഉള്ളത് കേളത്ത് ഭഗവതി ചെറിയമ്മയാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. എല്ലാ ചടങ്ങുകൾക്കും അവർ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. എങ്കക്കാട് ദേശത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ തന്നെയാണ് മുന്നിലുണ്ടാവുന്നത്. അതുപോലെ തന്നെ എങ്കക്കാട് ദേശം പൂരത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും എങ്കക്കാട് ദേശത്തിന് ചില പ്രത്യേകതകളുണ്ട്. എങ്കക്കാട് ദേശത്തിൻ്റെ പൂരം പുറപ്പെടാനുള്ള ശംഖ് വിളിച്ചാലാണ് പൂരം തുടങ്ങുന്നത്. അതുപോലെ എഴുന്നള്ളിപ്പ് ആദ്യം എങ്കക്കാടിൻ്റെയാണ്. കൂട്ടി എഴുന്നള്ളിപ്പിൽ ആനകളുടെ വലിപ്പം നോക്കാതെ തന്നെ എപ്പോഴും ഏറ്റവും നടുക്കിൽ ഭഗവതിയുടെ തിടമ്പേറ്റി നിൽക്കുന്നത് എങ്കക്കാട് ദേശത്തിൻ്റെ ആന തന്നെയാണ്. അതുപോലെ തന്നെ എങ്കക്കാട് ദേശത്തിൻ്റെ തിടമ്പ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൂജിച്ച് ആണ് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്ന. ആ തിടമ്പ് മുഴുവൻ വർഷവും അമ്പലത്തിൽ തന്നെ സൂക്ഷിക്കുന്ന ഒരു തിടമ്പാണ് അത്. അതുപോലെ എങ്കക്കാട് ദേശത്തിൻ്റെ മാത്രം അവകാശപ്പെടാവുന്ന കുറേ സവിശേഷതകൾ. അതിൻ്റെ ഒരു പ്രധാന കാരണം ഭഗവതി ഇരിക്കുന്നത് എങ്കക്കാട് തട്ടകത്ത് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവതി വന്നിരുന്ന ഒരു സ്ഥലം അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും.
ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എല്ലാ പൂരച്ചടങ്ങുകളും തുടങ്ങുന്നത് മുല്ലക്കൽ ആലിൻചുവട്ടിൽ നിന്നാണ്. ഉത്രാളിക്കാവിൽ പറ പുറപ്പെട്ട ശേഷം മുല്ലക്കൽ ആലിൻചുവട്ടിൽ കേളത്തെ തറവാട്ടുകാർ സമർപ്പിക്കുന്ന ആദ്യ പറയാണ് ഭഗവതി കൈക്കൊള്ളുക. ഉത്രാളിക്കാവും മുല്ലക്കൽ ആലും സ്ഥിതി ചെയ്യുന്നത് എങ്കക്കാട് തട്ടകത്താണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കുടപ്പുറത്ത് ഭഗവതി ഇവിടെ വന്നു എന്നുള്ളൊരു സങ്കല്പത്തോടു കൂടി, പിന്നെ അവിടെ ഉത്രാളിക്കാവ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ഒരു സ്ത്രീ അവിടെ പുല്ലരിയുമ്പോൾ അവിടെ ബ്ലഡ് ചോര കാണുകയും അതിൻ്റെ ഭാഗമായി ഭഗവതി അവിടേക്ക് വന്നു എന്നുള്ള ഒരു സങ്കല്പത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഉത്രാളിക്കാവ് പൂരത്തിന് എങ്കിക്കാട് ദേശത്തിൻ്റെ തെടുമ്പേറ്റുന്ന ആന അവിടുത്തെ പൂരം, അവിടുത്തെ എഴുന്നള്ളിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ മുല്ലക്കൽ ആലിൻചോട്ടിലേക്ക് 2 മണിക്ക് വന്ന്
ഈ ദേശത്തിലുള്ള മുഴുവൻ ആളുകളുടെ ആനപ്പറ എടുത്ത് വളരെ പ്രത്യേകത. ഉത്രാളിക്കാവ് പൂരത്തിന് ആനപ്പറ ഉള്ളത് എങ്കിക്കാട് ദേശത്തിന് മാത്രമാണ്. അത് മുല്ലയ്ക്കൽ ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ പാർവതി ചെറമ കേളത്തെ തറവാട്ടുകാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ വെച്ച് നടക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് ഇതിനുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നത്. ഇവിടെ പറ എടുത്ത് ആന തിരിച്ച് അങ്ങോട്ട് ചെന്നാൽ മാത്രമാണ് കൂട്ടിയെഴുന്നള്ളിപ്പുള്ള ചടങ്ങുകൾ എങ്കിക്കാട് ദേശം ആരംഭിക്കുക. ഇത്രയൊക്കെ പരിപാടികളാണ് ചെയ്യുക. ആദ്യ പറ ഇവിടെ ചെറിയ പാർവതി ചെറിയമ്മയാണ്. ഉത്രാളിക്കാവിൽ തന്നെ പറ എടുത്ത് ചൊവ്വാഴ്ച രാത്രി തന്നെ ആ പറ ഇവിടെ വന്ന് കോമരം ഇവിടെ മുല്ലയ്ക്കൽ ആലിൻചോട്ടിലാണ് ആദ്യ പറ ചെറിയുകയും അതിൻ്റെ ഭാഗമായ ചടങ്ങുകൾ തന്നെ ആരംഭിക്കുക. പറവറപ്പാടനുബന്ധമായിട്ടുള്ള ഉത്രാളിക്കാവ് പൂര ദിവസം നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ എങ്കക്കാട് ദേശത്തിന്റെ തിടംപേറ്റിയ ആനയാണ് നടുവിൽ സ്ഥാനം പിടിക്കുക. മുല്ലയ്ക്കൽ ആലിൻചുവട്ടിലാണ് ഭഗവതി ആദ്യം വന്നിരുന്നതെങ്കിലും പൂവമരച്ചൂട്ടിലാണ് ധനദുർഗിയായ കാണപ്പെടുന്ന ഭഗവതിയുടെ സാന്നിധ്യമുള്ളത്. കേളത്ത് കാരണവരുടെ കുടപ്പുറത്ത് എഴുന്നള്ളി വന്ന ഭഗവതി ഇവിടെ അന്ന് ഓലക്കുടയാണ്. ആ ഓലക്കുട പുറത്ത് വെച്ച് ഭക്ഷണം കഴിക്കാനായി അകത്തേക്ക് കയറിയപ്പോൾ അത് ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങിയ സമയത്ത് ഈ കുട എടുക്കാൻ കിട്ടിയില്ല എന്നും ആ കുട അപ്പോഴാണ് അതിൽ പുറത്ത് ഭഗവതി വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നതും അങ്ങനെ ഭഗവതി ഇവിടെ കുടിയിരുത്തുന്നത്. ആ സമയത്ത് അടുക്കളയിൽ പാചകക്കാരനായിട്ടുള്ള പള്ളിയത്ത് തറവാട്ടുകാരനായിട്ടുള്ള ആൾ തുള്ളി ചട്ടവും കൈ പിടിച്ച് തുള്ളി പുറത്ത് വന്ന് അത് കൽപ്പിച്ചു എന്നാണ് പറയുന്നത്. ഭഗവതി കൂടെ പുറത്തുണ്ടെന്നും ഇവിടെ പ്രതിഷ്ഠിക്കണമെന്നുള്ളത്. അത്തരത്തിലാണ് ഭഗവതിയുടെ സാന്നിധ്യം ഈ പൂമരച്ചോട്ടിൽ ഇരിക്കാൻ ഇടയായത്. ഇതേ സെയിം ഇത് തന്നെയാണ്. അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു അമ്പലം ഉണ്ടാക്കിയെന്നും ഈ ഭഗവതി അവിടെ പ്രതിഷ്ഠിച്ചു, പൂമരച്ചോട്ടിൽ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് സങ്കല്പം. അത് പിന്നെ കാലാന്തരത്തിൽ അമ്പലമെല്ലാം ക്ഷയിക്കുകയോ അല്ലെങ്കിൽ അത് തകർക്കപ്പെടുകയോ തകരുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊരു പുല്ലുമൂടി കിടന്നിരുന്ന കാലഘട്ടമായിരുന്നു. അതിനിടയ്ക്ക് ഒരു ഉത്രാളി എന്ന് പറയുന്ന ഹരിജൻ സ്ത്രീ അവിടെ പുല്ലരിയുന്ന സമയത്ത് അരിവാൾ മൂർച്ച കൂട്ടാനായിട്ട് ആ കല്ലിന് മുകളിൽ ഉരച്ചപ്പോൾ രക്തം കാണുകയും അങ്ങനെ വീണ്ടും അവിടെ ഭഗവതി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെ പുനഃപ്രതിഷ്ഠ ചെയ്ത് അവിടെ അമ്പലം പണിത് ആ അമ്പലമാണ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ ആദ്യമുണ്ടായിരുന്ന പൂവം വീഴുകയും പിന്നെ അതിന് ശേഷം നട്ടിട്ടുള്ള പൂവമാണ് ഇപ്പോൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അവിടെ. ഇത് കാലാകാലങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാ സ്ഥലത്തുമുള്ളതുപോലെ ഇവിടെയും മുല്ലയ്ക്കലാലിൻ്റെ ഈ പ്രദേശത്തും ഇതെല്ലാം ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ സംരക്ഷണം ആ കാലം തൊട്ടിട്ട് കൊട്ടാരമെല്ലാം ഇവിടുത്തെ കൊട്ടാരം ഇതെല്ലാം ഉപേക്ഷിച്ചു അല്ലെങ്കിൽ കൊട്ടാരമെല്ലാം പോയി എങ്കിൽ പോലും ഈ മുല്ലയ്ക്കലാലും തറയും ഇതെല്ലാം ഇപ്പോഴും കേളത്ത് തറവാട്ടുകാർ തന്നെയാണ് സംരക്ഷിക്കുന്നത്. അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ ചടങ്ങുകളും ഒരു മുടക്കം കൂടാതെ അവർ ഇപ്പോഴും തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മധ്യ കേരളത്തിൽ തന്നെ അതിപ്രസിദ്ധമായ പൂരമാണ് നമ്മുടെ ഉത്രാളിക്കാവ് പൂരം. അതിൻ്റെ മുഖ്യ ഘടകകക്ഷിയാണ് എങ്കിക്കാട് ദേശം. എങ്കിക്കാട് ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചടങ്ങുകളും നാടൻ മേലകളും ഹരിജൻ മേലകളും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് സമ്പുഷ്ടമാണ്. അതിലെ മുഖ്യ ആകർഷണവും ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതുമായ സ്ഥലമാണ് മുല്ലയ്ക്കൽ ആലിൻചുവട്. ഈ ആലിൻചുവടിനെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയും പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ ഈ പൂരത്തിനോടനുബന്ധിച്ച് മാത്രമല്ല, അതല്ലാതെ തന്നെയും ഈ നാട്ടിലെ ആൾക്കാർ നമ്മുടെ ഭഗവതിയെ അമ്പലത്തിൽ ഭഗവതിയെ കാണുന്നു, അതുപോലെ തന്നെയാണ് മുല്ലയ്ക്കൽ ഭഗവതിയെ ഞങ്ങൾ കാണുന്നത്. പൂരം ദിവസം മാത്രമല്ല, പറപ്പുറപ്പാട് തുടങ്ങി തന്നെ എല്ലാവിധ ചടങ്ങുകൾക്കും തുടക്കം കുറിക്കുന്നത് ഇവിടെ നിന്നാണ്. ആദ്യത്തെ പറ അമ്പലത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പറയെടുക്കും. അതിനുശേഷം പൂരത്തിൻ്റെ അന്ന് രാവിലെ പഞ്ചവാദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്കിക്കാട് ദേശത്തിൻ്റെ പഞ്ചവാദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ
പൂരപ്പറ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീമൂലസ്ഥാനത്തേക്ക് ആന വരികയും ഇവിടെ പൂരപ്പറ എടുക്കുകയും അത് കഴിഞ്ഞ് ചെന്നിട്ടാണ് ആദ്യകാലങ്ങളിൽ വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറി, ഇപ്പോൾ കൂട്ടിയെഴുന്നള്ളിപ്പ് കാര്യങ്ങളായി. അതുപോലെ തന്നെ അതിന് ശേഷവും രാത്രിയും ഇത് തനിയാവർത്തനമാണ്. രാത്രിയും പഞ്ചവാദ്യം കഴിഞ്ഞിട്ട് വീണ്ടും ആന അങ്ങോട്ട് വരികയും വീണ്ടും രാത്രി മുല്ലയ്ക്കൽ പറയെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പറയെടുപ്പ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും അവസാനത്തെ പറയും ഇവിടെ തന്നെയാണ്. അപ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അകമല മുല്ലയ്ക്കൽ ആലിൻചുവട്. മുല്ലയ്ക്കൽ ആലിൻചുവട്ടിലെ കൽവിളക്കിൽ ഇന്നും മുടക്കമില്ലാതെ കേളത്ത് തറവാട്ടുകാർ വിളക്ക് വെക്കുന്നുണ്ട്.